Hello dear learners, welcome to Beginners Channel Spoken English and Grammar Class. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് ഞങ്ങൾക്ക് വളരെയധികം മോട്ടിവേഷൻ നൽകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ പറ്റിയാണ്. ഫ്യൂച്ചർ ടെൻസിനെ പറ്റി എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ടെൻസിൻ്റെ മൂന്നാമത്തെ വിഭാഗം. അതായത് നമ്മൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. അതായത് സിമ്പിൾ ഫ്യൂച്ചറിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു, പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു വിഭാഗം കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, പിന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിലെ എല്ലാ വിഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു, പ്രസൻറ്റ് ടെൻസിലെ എല്ലാ ഡിവിഷൻസും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ നമ്മൾ ഫൈനൽ പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്താണെന്നാണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. Future perfect tense. The future perfect tense is used to talk about actions that will be completed by a certain future time. Future perfect. പെർഫെക്റ്റ് എന്ന് പറയുന്നത് എല്ലാം കംപ്ലീറ്റിനെ ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ ആക്ഷൻ കംപ്ലീറ്റഡ്, അതാണ് നമ്മൾ പഠിച്ചത്. പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ പഠിച്ചത് ആക്ഷൻ കംപ്ലീറ്റഡ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലും ആക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കും എന്ന് നമ്മൾ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം അത് നമുക്ക് കംപ്ലീറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് ഒരു തറപ്പിച്ച് പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇനി ഞാനൊരു വളരെ നല്ല ഒരു ഉദാഹരണം, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം ഇത്. സപ്പോസ് ഒരു വീട്ടിൽ അമ്മ പറയുക മോളോട്, നാളെ എക്സാമാണ്. അപ്പം മോളോട് പറയുക, മോളെ നീ TV കണ്ടുകൊണ്ടിരിക്കുകയാണോ, നാളെ നിനക്ക് എക്സാം അല്ലേ എന്ന് പറയുന്നതും മോളുടെ ആൻസർ ഇതായിരിക്കും, അമ്മേ നാളെ ഞാൻ എക്സാമിന് മുമ്പ് എല്ലാ പോർഷൻസും പഠിച്ചു കഴിഞ്ഞിരിക്കും, എൻ്റെ എല്ലാ പോർഷൻസും പഠിച്ചു കഴിഞ്ഞിരിക്കും, നാളെ പഠിച്ചു കഴിഞ്ഞിരിക്കും എന്ന് തറപ്പിച്ച് പറയുകയാണ്. അതും ബിഫോർ എക്സാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പ്രവൃത്തിക്ക് മുമ്പ് ഈ പ്രവൃത്തി ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന ഒരു രീതിയിലും ഇതാകാം. അല്ലെങ്കിൽ ബൈ ദിസ് ടൈം, ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഫ്യൂച്ചറിൽ ഉള്ള പർട്ടിക്കുലർ ടൈമിൽ ഞാൻ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിരിക്കും. ഞാൻ മാത്രമല്ല, ഏത് വ്യക്തിയാണെങ്കിലും ഏത് സബ്ജക്റ്റാണ് അവിടെ വരുന്നത് അതിനനുസരിച്ച് ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മളുടെ സംസാരത്തിൽ, ഡെയിലി സംസാരത്തിൽ പല പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവൻ വരുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഓക്കെ, അത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മോൻ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കിച്ചൺ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവന് വേണ്ടിയുള്ള സ്നാക്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കും. അത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പല പ്രാവശ്യവും, ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസാണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പലപ്പോഴും ടെൻസ് നമ്മൾ കാണാപ്പാഠം പഠിക്കാറുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്, ഒക്കെ നമ്മൾ പഠിച്ചു വയ്ക്കും, ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കും. ഈ ടെൻസ് വരുമ്പം ഹാവ് ചേർക്കണം, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം, കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ING ഫോം ആയിരിക്കും, ഒക്കെ പഠിച്ചൊക്കെ വയ്ക്കും. പക്ഷേ അത് ലൈഫിൽ സംസാരിക്കുമ്പോൾ എവിടെയാണ് ഇത് യൂസ് ആകുന്നത് എന്നത് നമുക്ക് മനസ്സിലാകാറില്ല പലപ്പോഴും. അതുകൊണ്ടാണല്ലോ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതും. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ടെൻസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പം ആ ടെൻസ് നമ്മളുടെ സംസാരത്തിൽ നമ്മൾ ഡെയിലി സംസാരിക്കുമ്പോൾ അത് എവിടെയാണ് അത് യൂസ് ആകുന്നത്, എവിടെയാണ് നമ്മളുടെ ആ ടെൻസിൻ്റെ പ്രയോഗം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ടെൻസ് വളരെ ഈസി ആയിരിക്കും. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് ടെൻസ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ അത് ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ, പെർഫെക്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ ടെൻസിൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ പെർഫെക്റ്റ് ഐഡിയ കിട്ടിയിരിക്കും. ഈ പറഞ്ഞ ഒരു സെൻറ്റൻസും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാണ്. മനസ്സിലായല്ലോ ഇപ്പം എവിടെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അഫർമേറ്റീവ് സെൻറ്റൻസ് ദാറ്റ് മീൻസ് പോസിറ്റീവ് സെൻറ്റൻസ്. പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്, ഏതൊക്കെ സ്ട്രക്ചറിലാണ് അത് വരുന്നത്, ഏതൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സബ്ജക്ട്സ് പ്ലസ് വിൽ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് മൈൻഡിൽ വയ്ക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്തത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്തത്. കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിലോ ING ഫോമാണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് പാസ്റ്റ് ആണെങ്കിലും പ്രസൻറ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നമ്മൾ ING ഫോമാണ് യൂസ് ചെയ്തത്. പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ്. ഇതും ഒന്ന് മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും ടെൻസ് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എക്സാമ്പിൾസിലൂടെ നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. John will have finished writing his homework by 9 o'clock. ഓക്കെ, ജോൺ ബൈ 9 o'clock ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. He will have submitted his project by Monday. By the time you arrive, the train will have departed. The rain will have stopped by tomorrow. She will have prepared the breakfast by the time the children wake up. ഞാൻ കുറേ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. ദ സെയിം വേയിലാണ് ഇതിൻ്റെ എല്ലാ സ്ട്രക്ചർ. ഒരു കാര്യം ചെയ്യുന്നത്, അതായത് അത് ഞാൻ ഫ്യൂച്ചറിൽ ചെയ്തിരിക്കും, ഈ ടൈമിനുള്ളിൽ ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബൈ മൺഡേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഒരു പ്രവൃത്തിക്ക് മുമ്പ് ഞാൻ ആ പ്രവൃത്തി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞിരിക്കുക. അത് ഫിനിഷ് ആയിരിക്കും. അതാണ് ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല ആ സമയത്തിനുള്ളിൽ, ഉറപ്പായിട്ട് പറയാണ്. ഓക്കെ, അവിടെ നെഗറ്റീവിന് എന്താ നമ്മൾ ചേർക്കേണ്ടത്? ഒൺലി നോട്ടിനെ പറ്റി ശ്രദ്ധിച്ചാൽ മതി. ആ നോട്ട് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് വിൽ നോട്ട് ഹാവ്. വില്ലിനും ഹാവിനും ഇടയ്ക്കാണ് നോട്ട് ചേർത്തിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വിൽ നോട്ട് ഹാവ്, വിൽ നോട്ട് ഹാവ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മൈൻഡിലുണ്ടായിരിക്കണം. വിൽ ഹാവ് നോട്ട് അല്ല, വിൽ നോട്ട് ഹാവ്. Then third form of the verb that is past participle. Okay, ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. John will not have finished writing his homework by 9 o'clock. നേരത്തെ അതേ എക്സാമ്പിളാണ് ഞാൻ നെഗറ്റീവിൽ എഴുതിയിരിക്കുകയാണ്. അപ്പം നെഗറ്റീവിൽ എങ്ങനെയാണ് വരുന്നത്? നോട്ട് ചേർത്താൽ മതി. കഴിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. He will not have submitted his project by Monday. By the time you arrive, the train will not have departed. The rain will not have stopped by tomorrow. She will not have prepared the breakfast by the time the children wake up. സോ ഇതെല്ലാം നെഗറ്റീവാണ്. നേരത്തെ നമ്മളെല്ലാം പോസിറ്റീവിൽ പറഞ്ഞ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. ഓക്കെ, അതാണ്. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടും എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ്? ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? യെസ് ഓർ നോ ആൻസർ വരും അല്ലേ? അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ്? ആദ്യം തന്നെ വിൽ ആഡ് ചെയ്യും, പിന്നെ സബ്ജക്റ്റ്, ദെൻ ഹാവ്, ദെൻ തേർഡ് ഫോം ഓഫ് ദ വെർബ്. വെരി ഈസിയാണ് ഇൻട്രോഗേറ്റീവ്. എക്സാമ്പിൾസ് നോക്കാം. വിൽ ജോൺ ഹാവ് ഫിനിഷ്ഡ് റൈറ്റിംഗ് ഹിസ് ഹോംവർക്ക് ബൈ 9 o'clock? Will he not have submitted his project by Monday?
By the time you arrive, will the train have departed? Will the train have stopped by tomorrow? Will she not have prepared the breakfast by the time the children wake up? അപ്പോൾ ഇതൊക്കെ ഇൻട്രോഗേറ്റീവ് ആണ്. ഇതിൻ്റെ യെസ് ഓർ നോ ആൻസർ ആകും. നോ ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും കാണുമായിരിക്കാം. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ WH ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. അത് ഇൻട്രോഗേറ്റീവിൻ്റെ അതേ ഫോർമാറ്റ് തന്നെ. അതിൻ്റെ മുമ്പ് നമ്മൾ WHൻ്റെ ഏത് ഫോർമാറ്റാണോ സർക്കംസ്റ്റാൻസസിനനുസരിച്ച് വരുന്നത് അത് ആഡ് ചെയ്യുക. എന്നിട്ട് വിൽ പ്ലസ് സബ്ജക്ട്സ് പ്ലസ് ഹാവ് വെർബ്. തേർഡ് ഫോം ഓഫ് ദ വെർബ് നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹൗ വിൽ ജോൺ ഹാവ് ഫിനിഷ്ഡ് റൈറ്റിംഗ് ഹിസ് ഹോംവർക്ക് by 9 o'clock? Why will he not have submitted his project by Monday? When will the rain have stopped by tomorrow? Why will she not have prepared the breakfast by the time the children wake up? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതെന്നും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ അധികം ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുക്കാം ഇവിടെ. എക്സാമ്പിൾ വെച്ചാൽ ഒരു കോൺവെർസേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരിയുടെ ക്ലിയർ പിക്ചർ കിട്ടും നിങ്ങൾക്ക്. മീനു, ടുമോറോ വി ഹാവ് ടു സബ്മിറ്റ് സയൻസ് പ്രോജക്റ്റ്. യെസ് സോമു, ബട്ട് ഐ കുഡിൻ കംപ്ലീറ്റ്. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ബൈ ടുമോറോ മോർണിംഗ്. ഞാൻ നാളെ മോർണിംഗിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഗേൾസ് എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. അവരെന്ന് വെച്ചാൽ അവർക്ക് പേടിയുമാണ്. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ക്ലാസ്സിലെല്ലാം സബ്മിഷനും ഒക്കെ കറക്റ്റായിരിക്കും അവരുടെ. പക്ഷേ ബോയ്സ് എങ്ങനെയായിരിക്കും നോക്കുക? അവർ വെരി കൂൾ മൈൻഡഡ് ആണ്. അപ്പോൾ നമുക്ക് അവരുടെ സംഭാഷണം എങ്ങനെയാണെന്ന് നോക്കാം. ടുമോറോ ഐ വിൽ നോട്ട് കം ടു സ്കൂൾ. വെരി സിമ്പിൾ എക്സ്ക്യൂസാണ് പറഞ്ഞിരിക്കുന്നത്. ടുമോറോ ഐ വിൽ നോട്ട് കം ടു സ്കൂൾ. പ്രോബ്ലം സോൾവ് ആയല്ലോ അല്ലേ? ബോയ്സിനെ സംബന്ധിച്ച് എന്ത് ഈസി ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ടുമോറോ ഐ വിൽ നോട്ട് കം ടു സ്കൂൾ. ഗേൾസ് ആണെങ്കിൽ എല്ലാം പേടിച്ച് പ്രോജക്റ്റൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്തു സബ്മിറ്റൊക്കെ ചെയ്ത് നല്ല മിടുക്കി കുട്ടികളായിട്ടൊക്കെ ഇരിക്കും. ബോയ്സ് ആണെങ്കിൽ വെരി കൂൾ മൈൻഡഡ് ആണ്. അവർക്ക് അതൊന്നും വലിയ പ്രശ്നമേ അല്ല. നോക്കിക്കേ എന്ത് കൂളായിട്ടാണ് പറഞ്ഞ ടുമോറോ ഐ വിൽ നോട്ട് കം ടു സ്കൂൾ. അപ്പോൾ ഇവിടെ നമ്മുടെ മീനുവിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. Why will you not have completed the project by tomorrow? മീനുവിന് മനസ്സിലായ സംഗതി എന്താണെന്ന് വെച്ചാൽ നാളെ പ്രോജക്റ്റ് ഇവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. ആ സമയത്ത് ബൈ ടുമോറോ അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവൾക്കറിയാം. അവളത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. യെസ്, വെരി കൂൾ, ഓക്കെ, യെസ് എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഗേൾസും ബോയ്സും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ബട്ട് ഓൾ സ്റ്റുഡൻസ് വിൽ ഹാവ് സബ്മിറ്റഡ് ദ പ്രോജക്റ്റ് ബൈ ടുമോറോ. ഗേൾസിൻ്റെ വിചാരം അങ്ങനെയാണ്. നാളെ എല്ലാവരും സബ്മിറ്റ് ചെയ്തിരിക്കും പ്രോജക്റ്റ്. പക്ഷേ നാളെ ഞാനപ്പോൾ അവരുടെ മുമ്പിലൊക്കെ നാണം കെടേണ്ടി വരുമല്ലോ എന്നൊക്കെ നമുക്ക് ഗേൾസിനൊരു ചിന്ത കാണും. അപ്പോൾ നമ്മളതൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, പക്ഷെ നമ്മുടെ ബോയ്സിന് അതൊന്നും ഒരു കുഴപ്പമില്ല. വെരി കൂളായിട്ട് ആൻസർ പറഞ്ഞു ടുമോറോ ഐ വിൽ നോട്ട് കം ടു സ്കൂൾ. അപ്പം ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടി എവിടെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ഇനി മറക്കത്തില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു സംഭാഷണം മനസ്സിൽ വരുത്താൽ മതി. അല്ലെങ്കിൽ നാളത്തെ പരീക്ഷയുടെ കാര്യം, നാളത്തെ പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ എന്തായാലും എൻ്റെ പഠിച്ചു തീർത്തിരിക്കും എന്നുള്ള ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെൻസ് ആയിരിക്കും. ആൻഡ് തേർഡ് ഫോം ഓഫ് ദ വെർബും ഓർത്തില്ല, വിൽ ഹാവ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, സോ ഇത് ഈ വളരെ ഈസി ആയിട്ടുള്ള ടെൻസ് ആണല്ലോ അല്ലേ? എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ സെഷൻ ഇത്രയും നേരം വാച്ച് ചെയ്തുകൊണ്ടിരുന്നതിന് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു എവ്രി വൺ. എൻ്റെ ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബൈ.